വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പാണ്, കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. ഹെബ്രായ ലേഖനം 11-ാം അധ്യായം 1-ാമത്തെ വാക്യം. വിശ്വസിക്കുന്നുണ്ടോ ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളത്? ദൈവം നിന്നെ അഗാധമായി സ്നേഹിക്കുന്നു. ഇന്ന് നിന്നെ സ്നേഹിക്കുന്ന, കരുതുന്ന ദൈവം നിന്നെ പ്രിയപ്പെട്ടവളായി കരുതുന്നു എന്ന് നീ വിശ്വസിക്കുമ്പോൾ ഇന്ന് നീ ഒരു കാര്യം ഉറപ്പിക്കണം. ഇതേ ദൈവം നിന്റെ ജീവിതത്തിൽ നന്മ വരാൻ ആഗ്രഹിക്കുന്നു. നിന്നെ ഇന്നത്തെ സങ്കടങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. നിന്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ, നന്മകൾ, ഉയർച്ചകൾ നൽകുവാൻ, ലഭിക്കുവാൻ മറ്റെല്ലാവരെക്കാൾ ദൈവം ആഗ്രഹിക്കും. ഇന്ന് ദൈവം തയ്യാറായി നിൽക്കുകയാണ് തൻ്റെ ആത്മാവിൻ്റെ ശക്തിയിലൂടെ നിന്നെ നിറയ്ക്കുവാനായി, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലൂടെ നിന്നെ വളർത്തുവാനായിട്ട്. കർത്താവ് പറഞ്ഞു ശിഷ്യന്മാരോട്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. ഏദൻ തോട്ടത്തിൽ വെച്ച് മനുഷ്യനുണ്ടായിരുന്നൊരു ഡൊമീനിയൻ ഉണ്ടല്ലോ, ആ കൃപയുടെ അഭിഷേകം, ആ കൃപയുടെ നിറവ് ഇന്ന് പരിശുദ്ധാത്മാവിലൂടെ നമുക്കിത് ലഭിച്ചിരിക്കുകയാണ്. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനാ നിയോഗങ്ങളിൽ നമ്മുടെയൊക്കെ വിഷയങ്ങൾക്കുള്ളിലേക്ക് ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കടന്നു വരും. ഞാനിന്ന് നിൽക്കുന്നത് 100 കണക്കിന് വർഷം പഴക്കമുള്ള ഗ്രോട്ടോയിലാണ്. മണി ഗ്ലാസിലുള്ള UK-യിലുള്ള ഒരു ഗ്രോട്ടോയാണിത്. ഇവിടെ നിന്ന് നമുക്കിന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ലൂർദിലെ പോലെ തന്നെ സമാനമായൊരു തീർത്ഥാടന കേന്ദ്രമായ ഒരു ഗ്രോട്ടോയാണിത്. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനാ വിഷയങ്ങൾക്കുള്ളിലേക്ക് കർത്താവിൻ്റെ മഹത്വം കടന്നു വരും. കാരണം ക്രിസ്തു ഇന്ന് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു, നമ്മൾ ക്രിസ്തുവിലും വസിക്കുകയാണ്. ഇന്ന് നമ്മൾ 2-3 പേര് ഈശോയുടെ മക്കൾ ഒരുമിക്കുന്ന സമയത്ത് നമ്മുടെ നടുവിൽ കർത്താവുണ്ട്. ഞങ്ങൾ ഐക്യമത്യപ്പെടുന്നു. യേശുവേ, വിശ്വസിക്കുന്ന യേശുവേ, ജീവനോട് ഇരിക്കുന്നവനായ അങ്ങയുടെ സാന്നിധ്യം ഇന്ന് ഞങ്ങളുടെ നടുവിലുണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഇന്ന് ഞങ്ങളുടെ നടുവിൽ അവിടുന്ന് അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു ദിവസമായതിനായി നന്ദി പറയുന്നു. ആ സ്ക്രീനുകളിലേക്കൊന്ന് കരം നീട്ടിക്കേ സഹോദരങ്ങളെ, കരം നീട്ടി ഇന്ന് വിശ്വസിച്ച് ദൈവരാജ്യത്തിൻ്റെ ശക്തി നിന്നെ തൊടുവാനായി നിന്റെ അരികിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ആണിപ്പഴുതുള്ള കരങ്ങളുമായി ഈശോ നിന്നെ തൊടുവാനായി നിന്റെ അരികിലേക്ക് കടന്നു വന്നിരിക്കും. ആ കർത്താവിന് നിന്നോടുള്ള സ്നേഹം മാത്രമാണ്. ആ കർത്താവിൻ്റെ ഹൃദയം മുഴുവനും നിന്നോടുള്ള സ്നേഹം ഇങ്ങനെ നിറഞ്ഞു തുളുമ്പിക്കൊണ്ടിരിക്കുക. ഇന്ന് യേശുവേ എന്നൊന്ന് വിളിച്ച് യേശുവേ എന്ന് വിളിച്ച് അപ്പായേ എന്ന് വിളിക്കുന്ന ഈ മക്കൾക്കരികിലേക്ക് അപ്പൻ്റെ സാന്നിധ്യം, അമ്മയുടെ സാന്നിധ്യമായി അവിടുന്ന് ഇറങ്ങി വന്ന് നിൽക്കുന്നതിനായി നന്ദി പറഞ്ഞു. ഈ ഗ്രോട്ടോയിൽ കർത്താവ് ഇറങ്ങി നിൽക്കുന്ന ഈ ഒരു വെളിപ്പെട്ട് നിൽക്കുന്ന അഭിഷേകം ഇന്ന് ഓരോ ഭവനങ്ങളിലും വ്യാപരിക്കുന്നതിനായി നന്ദി പറയുന്നു. കർത്താവെ, നീ മൂവ് ചെയ്തൊരു സ്ഥലമാണല്ലോ, നിന്റെ സാന്നിധ്യം വ്യാപരിച്ച സ്ഥലമാണല്ലോ. കർത്താവെ, നിന്നെ വഹിക്കുന്ന മക്കൾ, തളർന്നിരിക്കുന്ന മക്കൾ, യെശയ്യാ 40:31 വചനത്തിന് അഭിഷേകം അവർക്കരികിലേക്ക് ഇതാ കടന്നു വരും. തളർന്നവന് ബലം അവിടുന്ന് നൽകുന്നു. ഇന്ന് കർത്താവിൽ ആശ്രയിക്കുന്ന ഓരോ മക്കളെ നോക്കി പ്രവചിച്ച് പറയുകയാണ്. ഈ സ്ക്രിപ്ചർ നിന്നെ നോക്കി പറയുന്നു, കർത്താവിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. ഇന്ന് ആ പ്രാർത്ഥനാ നിയോഗങ്ങൾ കർത്താവ്, ചില ഭാരമേറിയ വിഷയങ്ങൾ, ചില നൊമ്പരപ്പെടുത്തുന്ന വിഷയങ്ങൾ, സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള വിഷയങ്ങൾ, അതിൻ്റെ വെയിറ്റ് കാരണം തളർന്നിരിക്കുന്ന മക്കൾ, ഇന്ന് അവരിലേക്ക് ഈ അഭിഷേകത്തിൻ്റെ ശക്തി ഒരു കൊടുങ്കാറ്റായി കടന്നു വരട്ടെ, കടന്നു ചെല്ലട്ടെ. പ്രാർത്ഥിക്കുകയാണ് നാഥ. കർത്താവെ, നിന്നിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കുമല്ലോ, കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരുമല്ലോ. ഇവിടെ വെളിപ്പെട്ട് ഇറങ്ങി നിൽക്കുന്ന ഈ ഒരു അനോയിറ്റിങ്ങിനകത്ത് നിന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന നിമിഷം ആ അഭിഷേകം ഓരോ ഭവനങ്ങളിലേക്കും ഇറങ്ങി നിൽക്കട്ടെ. സകല വിശുദ്ധരും മദർ മേരിയും ഒക്കെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താണെന്നറിയാമോ? ഏറ്റവും വലിയ പ്രാർത്ഥന എന്താ? കർത്താവിൻ്റെ അമ്മ ഇങ്ങനെ പ്രാർത്ഥിച്ചത്, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ ഹിതം എന്നിൽ നടക്കട്ടെ. ദൈവത്തിൻ്റെ ഹിതം എന്താ സഹോദരങ്ങളെ? നിന്റെ നന്മയാണ്, നിന്റെ അനുഗ്രഹമാണ്, നിന്റെ ഉയർച്ചയാണ്. കർത്താവിന് അസാധ്യമായ ഒന്നുമില്ല. അമ്മ മാതാവ് പറഞ്ഞു, ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ദൈവ കൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന കർത്താവിൻ്റെ അമ്മയെ നോക്കി കർത്താവിൻ്റെ മാലാഖ പറയുന്നു. ദൈവ കൃപ നിറഞ്ഞവളെ സ്വസ്തി. ഇന്ന് അതേ കൃപയാണ് യേശു ക്രിസ്തുവിലൂടെ, ഹോളി കമ്മ്യൂണിയനിലൂടെ നമ്മളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നത്. തൻ്റെ പരിഹാര ബലിയിലൂടെ, പരിപാവനമായ അവിടുത്തെ കുർബാനയിലൂടെ, അവൻ്റെ പൂർണ്ണതയിൽ നിന്ന്. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുകയാണ്, യേശു ക്രിസ്തുവിൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാവരും കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. ആ കൃപ ഒരു മഴയായി ഓരോ ഭവനങ്ങളിലേക്കും പെയ്തിറങ്ങുന്നു, പ്രാർത്ഥനാ വിഷയങ്ങളിലേക്ക് പെയ്തിറങ്ങുന്നു, നമ്മുടെ വിഷയങ്ങളിലേക്ക് പെയ്തിറങ്ങുന്നു. ആ കൃപയുടെ അഭിഷേകം എല്ലാ ഭാരങ്ങളെയും നമ്മുടെ തോളിൽ നിന്ന് ഇന്നിതാ എടുത്തു മാറ്റുന്നു. വലിയൊരു സ്വാതന്ത്ര്യം, യേശു ക്രിസ്തുവിൽ നിന്ന് ലഭിക്കുന്ന സ്വാതന്ത്ര്യം ഓരോ വ്യക്തികളിലേക്കും കടന്നു വരുന്നു. ആ ശിരസിലേക്ക് കരം വെച്ചെന്ന് പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവെ എന്നെ അഭിഷേകം ചെയ്യണമേ, പരിശുദ്ധാത്മാവെ എന്നെ നിറയ്ക്കണമേ, പരിശുദ്ധാത്മാവെ എന്നെ വഴി
നടത്തണമേ. പരിശുദ്ധാത്മാവിനെ ശക്തിപ്പെടുത്തണമേ. പരസ്പരം ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന നിമിഷം പരിശുദ്ധാത്മാവിന് വലിയൊരു അഭിഷേകം ഓരോ മക്കളിലും, ഭവനങ്ങളിലും, വ്യക്തികളിലും, കുട്ടികളിലും, പ്രത്യേകം കുട്ടികൾക്ക് വേണ്ടി ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. പഠിക്കുവാൻ ബുദ്ധിമുട്ടുന്ന കുട്ടികൾ, അതുപോലെ തന്നെ തടസ്സങ്ങൾ അനുഭവിക്കുന്ന നിരവധി മക്കളെയെല്ലാം. തടസ്സങ്ങൾ, എന്താ ഈ തടസ്സങ്ങൾ എന്ന് പറയുന്നത്? ഇന്ന് ആ തടസ്സങ്ങളും നമുക്ക് കണ്ണുകളെടുക്കാം. ഞാനും കടന്നു പോയിട്ടുണ്ട്. ഈ ചില നാളുകൾക്ക് മുൻപ്, 2 മാസങ്ങൾക്ക് മുൻപ് ചില വിഷയങ്ങൾക്കുള്ളിലൂടെ കയറി ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെയൊക്കെ റിപ്പർക്കഷൻസ് പല കാര്യത്തിനകത്ത് കൂടെ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം സമീപസ്ഥമായിരുന്നെന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഐ വിൽ ഫൈറ്റ് ഫോർ യു. ഈ യുദ്ധം കർത്താവിൻ്റെയാണ്, നമ്മുടെ അല്ല കേട്ടോ. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. നമ്മൾ ശാന്തരായി ഇരുന്നാൽ മതി. യേശുവേ, എല്ലാ യുദ്ധങ്ങളിലും കർത്താവ് വിജയം നൽകിയതിനെ നന്ദി പറയും. നമ്മൾ കടന്നു പോകുന്ന സകല യുദ്ധങ്ങളും കുരിശിലെ ബലിയിൽ അവിടുന്ന് കണ്ടതാണ് കേട്ടോ. സമയത്തിനും കാലത്തിനും അതീതനായവർ കണ്ടിട്ട് അവിടെ നമുക്ക് വേണ്ടി വിജയം നേടിയിട്ട് പറഞ്ഞ അവസാന ഡിക്ലറേഷനാണ് ടെറ്റലസ്റ്റായ്, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ഇനി എൻ്റെ മക്കൾ എൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യത്തിൽ ഞാൻ നേടിയ വിജയത്തിൽ വിശ്രമിക്കുക. അധരം തുറന്ന് പറഞ്ഞ് എൻ്റെ യേശു എനിക്ക് വേണ്ടി ക്രൂശിൽ സകലതും പൂർത്തീകരിച്ചു. ഇന്ന് ഫേസ് ചെയ്യുന്ന വിഷയത്തിനകത്തുണ്ടല്ലോ, അവൻ വിജയം നേടിത്തന്നു. നിന്നെ ഊരി അതിനകത്ത് പുറത്ത് കൊണ്ടുവന്ന് നിന്നെ അനുഗ്രഹിച്ച് ഉയർത്താനുള്ള സകലതും ക്രൂശിൽ അവൻ ചെയ്തു കഴിഞ്ഞ് എനിക്ക് വേണ്ടി, നിനക്ക് വേണ്ടി. ഇറ്റ് ഈസ് ഫിനിഷ്ഡ് ആൻഡ് ഡൺ ഓൺ ദ ക്രോസ്. ടെറ്റലസ്റ്റായ്. ഗോഡ് ബ്ലെസ് യു.